അതിപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ആരാണ്? പിണറായിക്ക് കൊണ്ട് വല്ല കഴിവുണ്ടോ? അവരെ എങ്ങനെ ഒതുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ സർവീസിൽ നിന്ന് ഇപ്പോൾ പിരിച്ചു വിടണമെന്നൊക്കെ പറയുന്ന ഒരു ജോലി കിട്ടാൻ എന്ത് പാടാന്ന് ഇവർ തന്നെ മനസ്സിലാക്കണ്ടേ. കോൺഗ്രസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റിന് പിടിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസിന് പിടിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണ് മാഡം. അവരെ പോലീസല്ലേ പിണറായിലെ ആഭ്യന്തരം ഭരിക്കുന്നത്, പിന്നെ അവരെങ്ങനെ നടപടി? ജനമൈത്രി പോലീസ് എന്നത് മാറി ഇന്ന് ഇടിമൈത്രി പോലീസ് ആയിരിക്കുകയാണ്. ഒരുപാട് പേരാണ് പോലീസുകാരുടെ ക്രൂരതകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുന്നത്? ഇതേപ്പറ്റി ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. എന്തുകൊണ്ടായിരിക്കും ഈ പോലീസ് ചെയ്യുന്ന തെറ്റിനെതിരെ ആരൊന്നും പ്രതികരിക്കാത്തതും ശക്തമായ നടപടി എടുക്കാത്തതും? എന്തുകൊണ്ടായിരിക്കും? പേടിയുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണല്ലോ. അദ്ദേഹം എന്തോ ആയിരിക്കും ഇത് ഈ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമമോ ഒരു നടപടി സ്വീകരിക്കാത്തത്? നടപടി കിട്ടിയാൽ സ്വീകരിക്കുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ആരോപണം ഉയർന്നിട്ടും ആ പോലീസുകാർക്കെതിരെ സർക്കാർ ഒരു നടപടി എടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? സർക്കാരിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് ചെയ്യാത്തത്. അവരുടെ പാർട്ടിക്കാർ അവർക്കൊന്നും ചെയ്യാം, ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം. അതൊരു ശരിയായിട്ടുള്ളൊരു നടപടി അല്ല. നമുക്ക് ആഭ്യന്തര വകുപ്പ് ഈ പോലീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ പിണറായി വിജയന്റെ വകുപ്പാണ്. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഒരു ശക്തമായ നടപടി എടുക്കുന്നില്ല, മൗനം പാലിക്കുന്നത്? അവരുടെ ആൾക്കാരായതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്, വേറെ ഒന്നുമല്ല. ആന്റിക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ പോലീസ് ആയിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും തെറ്റ് തന്നെയാണല്ലോ. തെറ്റ് തന്നെയാണ്, ഒരുപാട് തെറ്റാണ് അത് കാണിച്ചിരിക്കുന്നതെല്ലാം. നമ്മളെ ഈ പോലീസുകാരെയൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതും കൂടെ മനസ്സിലാക്കണ്ടേ. നമുക്കിപ്പോൾ ഒരു പേടിച്ചിട്ട് അവരുടെ അടുത്ത് ഒരു പരാതി പോയി പറയാനായിട്ട് പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ പരാതി പറയാനൊക്കെ പറ്റും. പിന്നെ കുറേ മർക്കടമുഷിക്കാരായ പോലീസുകാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. അവരെ എങ്ങനെ ഒതുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ സർവീസിൽ നിന്ന് ഇപ്പോൾ പിരിച്ചു വിടണമെന്നൊക്കെ പറയുന്ന ഒരു ജോലി കിട്ടാൻ എന്ത് പാടാന്ന് ഇവർ തന്നെ മനസ്സിലാക്കണ്ടേ. എന്തായാലും തക്കതായിട്ടുള്ളൊരു ശിക്ഷ കൊടുത്താലേ തക്കതായിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കണം. ജോലി പിരിച്ചു ആ കുടുംബത്തിനോടുള്ള ദ്രോഹമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അടി കൊണ്ടിട്ട്. അതല്ല, ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ കുറേ വികാരമായി എല്ലാവരും ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങളുണ്ടാകും. അവനെ പിരിച്ചു വിടണം, വെട്ടിക്കൊല്ലണം, അത് ഇതാന്നൊക്കെ. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ. ഇല്ല. ആൻഡ് ഈ നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പാണ്. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുന്നത്? അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളല്ലേ, ഒരുപാട് തീരുമാനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കാരണമില്ലാതെ മർദ്ദിച്ചു. ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ ഇല്ലല്ലോ. അതിപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ആരാണ്? പിണറായിക്ക് കൊണ്ട് വല്ല കഴിവുണ്ടോ? ഒരു കഴിവുമില്ല, വെറുതെ അവിടെ ഇരിക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ആൾക്കാർ ചെയ്യുന്നുണ്ട്, പിണറായി വെറുതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമ്മളിതെല്ലാം കാണുന്നതല്ലേ. നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള കേസുകൾ വന്നിട്ട് മൗനം പാലിക്കുന്നത്? എൻ്റെ മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പിണറായി സർക്കാർ എന്നുള്ള സാറ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവർ സ്വയം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിന് ഇത് നല്ല കാര്യം സാർ ചെയ്യേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചെയ്യാനുള്ള ആഗ്രഹം മറ്റ് അവരെ കീഴിൽ പ്രവർത്തിക്കുന്നവർ അതിനുള്ള സാഹചര്യം കൊടുക്കുന്നില്ല. ഇതിന് ആഗ്രഹമുണ്ട്, കൊച്ചുപിള്ള സ്വഭാവം പോലെയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നവർ പ്രവണതയുള്ളത്. എന്തുകൊണ്ടായിരിക്കും അവർക്കെതിരെ സർക്കാർ ഒരു നടപടി സ്വീകരിക്കാത്തത്? അത് പാർട്ടി വിരുദ്ധ നിലപാടാണ്. അതുകൊണ്ടാണ്. കാര്യം കോൺഗ്രസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റിന് പിടിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസിന് പിടിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണ് മാഡം. ഇവിടെ ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധിജി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആർക്കും എന്തുവേണോ ചെയ്യാം. ആളും അർത്ഥമുണ്ടെങ്കിൽ ഒരാളിനെ അടിച്ച് റോഡിൽ കൊല്ല്, എന്ത് വേണോ ചെയ്യാം. പോലീസിന്റെ മർദ്ദനത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് ഒരു 2 പാക്കറ്റ് സിമന്റ്, ഒരു 2 ലോഡ് കല്ല് ഇറക്കി ഒരു സ്മാരകം കെട്ടും. അത് ചെയ്താൽ മതി. അതിലങ്ങ് ഒതുങ്ങി. കുടുംബം ആര് നോക്കുന്നു മാഡം? ഇവിടെ ഏത് കുടുംബം, എന്ത് കുടുംബം? എല്ലാം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബം. അവർക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണ്ടേ? തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. പക്ഷെ സംഭവം സർക്കാർ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഇതായിരിക്കും. ഇത്രയും വലിയൊരു പരാതി പോലീസുകാരനെതിരെ ഉയർന്നിട്ടും സർക്കാർ എന്തുകൊണ്ടായിരിക്കും പോലീസുകാർക്കെതിരെ ഒരു കർശന നടപടിയൊന്നും കൊണ്ടുവരാത്തത്? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവിടെ പോലീസുകാരന്മാർ മറ്റൊരു അടിച്ച് കയറ്റുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട്.
എന്ന് തോന്നുന്നു അങ്കിളെ, ഇപ്പൊ തെറ്റ് ചെയ്തിരുന്ന സാധാരണക്കാരനും പോലീസുകാരനും ഒരുപോലെയല്ലേ? തെറ്റ് അവര് തെറ്റ് ചെയ്തിട്ടുള്ളത് അറിഞ്ഞൂടാ. പോലീസുകാരന്മാർ തെറ്റ് ചെയ്യാതെ അടിക്കുകയില്ലേ ആളുകളാ. 2-3 വരെ പഠിച്ചാണ് ഇതിൻ്റെ അകത്ത് കയറ്റി കൊണ്ടുപോയ പോലീസുകാർ. അത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ശരിയായിട്ട് തെറ്റല്ലേ അത്? ചുമ്മാ നിൽക്കുന്ന ഒരു പോലീസുകാരന്മാർ അടിച്ചുകൊണ്ടത് വണ്ടിക്കകത്തിന് ഇതല്ലേ, അവരൊരു ന്യായമായിട്ട് വന്നതല്ലേ, അതന്നെ അതിൻ്റെ ഇത്. അപ്പൊ ഇത്രയും വലിയൊരു പരാതി ഒരുപാട് പേര് നൽകിയിട്ടും ഈ സർക്കാർ എന്തുകൊണ്ടായിരിക്കും പോലീസുകാർക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കാത്തത്? രാഷ്ട്രീയ കാര്യങ്ങളല്ലേ, നമുക്കറിയാൻ പറ്റൂലല്ലോ. പിന്നെ ഉള്ളുകളികളൊന്നും നമുക്കറിയില്ല. പല കാര്യങ്ങളും നടക്കും. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കൊരു ലിമിറ്റ് ഇല്ലേ. അതിനപ്പുറം പല പരാതികൾ വരുമ്പോൾ കേൾക്കുന്നത് ഒന്നുകിൽ 2-3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്നു. ആ ഒരു നടപടിയിൽ മാത്രം ഒതുങ്ങി ആ സംഭവം പോയി വേറൊരു സംഭവം വരും. അപ്പം പഴയതിന് പഴക്കമായി, പുതിയത് വരുമ്പോൾ എല്ലാവരും അങ്ങനെ, മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ട് നമുക്കതിലൊന്നും ഒന്നുമില്ല. സർക്കാർ എന്തുകൊണ്ടായിരിക്കും പോലീസുകാർക്കെതിരെ ഒരു തക്കതായിട്ടുള്ളൊരു നടപടി എടുക്കാത്തത്? പോലീസുകാർക്കെതിരെ അവരെ പോലീസില്ല, അവർക്കെതിരെ നടപടി എടുക്കും. അവർ എടുക്കില്ല. എടുക്കൂല. ചിലപ്പം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണല്ലോ ഇതൊക്കെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഈ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? അവരെ പോലീസല്ലേ, പിണറായിലെ ആഭ്യന്തരം ഭരിക്കുന്നത്. പിന്നെ അവരെങ്ങനെ നടപടി എടുക്കും? ഇപ്പം പല വാർത്തകളും വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒന്നുകിൽ സസ്പെൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്നു. അതിൽ കൂടുതലൊന്നും വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ശക്തമായിട്ടുള്ള നടപടി ഇപ്പം എടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും തോന്നുന്നു? പൊതുജനങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും സാർ. ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പൊതുജനം പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ? സാർ, എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മാത്രം, പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, ഈ ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും മൗനം പാലിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ്, അദ്ദേഹത്തിന് എങ്ങനെ ഭരിക്കണമെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് പോലീസുകാരെ ആവശ്യമില്ലാതെ മർദ്ദിക്കുന്നു എന്നുള്ള പരാതി ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ. അങ്ങനെയൊന്നുമല്ല. ഈ പോലീസുകാരെ മർദ്ദിച്ചായിരുന്നാലും ആൾക്കാരെ മർദ്ദിച്ചിരുന്നാലും പോലീസുകാർ കറക്റ്റായിട്ട് അവർ തിരിച്ചടിക്കും. പോലീസുകാർക്ക് അവരായിട്ടുള്ള ഒരു ന്യായമല്ലേ. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാര്യത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ മനസ്സിലാവുന്നത് അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതൊക്കെ മർദ്ദിക്കുന്ന പറഞ്ഞാൽ അവരും കാണിക്കുന്നതല്ലേ, അവരെ കാണിക്കുന്നതുകൊണ്ടല്ലേ ഇവര്. അപ്പൊ ഇപ്പൊ അടിച്ചിട്ട് ഇപ്പൊ ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞാൽ മതിയോ? കാണിച്ചിട്ടല്ലേ? അങ്ങനെയല്ല. പോലീസുകാരായിരുന്ന അവർക്ക് അവരെ ന്യായമായിട്ടുള്ള വഴികളുണ്ട്, അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഞാൻ നടന്നു പോകണു, എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു പാവപ്പെട്ട. ഇതൊക്കെയാണ് എല്ലാവർക്കും. ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ളതാണ്. അവരത് കൃത്യനിഷ്ഠയായിട്ട് പാലിക്കുന്നു. അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിരപരാധികളായ ഒരുപാട് വ്യക്തികളെ അത് അവര് വന്ന് ഇടയിൽ കയറുമ്പോൾ പിന്നെ അവർക്ക് അറിയാൻ പറ്റുമോ? ആളാണെന്നറിയാനൊന്നും പറ്റിയെന്നില്ല.